3D-യിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും ചർച്ച വന്നിരുന്നോ, അത് മാറ്റിയതാണോ, വന്നിട്ട് മാറ്റിയതാണോ? കറക്റ്റ് ആട് 3D ചോദിക്കലും സൈജോട്ടിനോട് വന്നിരുന്നു. അദ്ദേഹമായിരുന്നു ആട് 3D ചെയ്യാന്നുള്ള പ്ലാൻ വെച്ചത്. ആക്ച്വലി അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ആലോചന ഉണ്ടായിരുന്നു. പക്ഷെ സിനിമ ഇത്രയും വലുതായി മാറിയതിനു ശേഷം അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ എടുക്കാൻ പോകുന്ന ഒരു സമയം അത്യാവശ്യം ദൈർഘ്യമുള്ളതാണ്, ലെങ്തി പ്രോസസ്സാണ്. അപ്പോൾ പിന്നെ എപ്പിക് ഫാന്റസിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞപ്പോൾ ആ ഒരു കോംപ്ലിക്കേഷൻ കൂടി നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ടൈം എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, 3D കൺവേർഷന് വേണ്ടി മൊത്തം അതിനി തൽക്കാലം വേണ്ടാന്ന് പിന്നീട് തീരുമാനിക്കുകയായിരുന്നു. ഇനീഷ്യലി അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അന്ന് സിനിമ ഇത്ര വലുതല്ലായിരുന്നു. റൈറ്റിംഗ് സ്റ്റേജിൽ നമ്മളൊരു ബേസിക് സ്ട്രക്ചർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഷൂട്ടും എല്ലാം നീണ്ടുപോയപ്പോൾ 3D എന്നുള്ള പ്ലാൻ സ്വാഭാവികമായി നടക്കാതെ പിന്നെ ഡ്രോപ്പ് ചെയ്തു. ഇവർക്ക് സാമ്പത്തികമായിട്ട് ചാനലൊക്കെ കൂട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇവരൊക്കെ എങ്ങനെയാണ് ബാർഗെയിൻ ചെയ്യാൻ പൈസ കൃഷി ആൾക്കാരെ കുറപ്പിച്ചു തന്നതോ? ഞങ്ങളൊരു കുടുംബമാണ്, ഞങ്ങൾ ആടെന്ന് പറയുന്ന കുടുംബമാണ്. അതിന്റെ തിരക്കുകളൊക്കെ ആടിന് വേണ്ടി മാറ്റിവെച്ച് വരും എന്ന് വിശ്വസിച്ച് തന്നെയാണ് ഈ പ്രോജക്റ്റിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ തന്നെ ഓരോ ആക്ടറും ഇതിനകത്ത് സഹകരിച്ചിട്ടുണ്ട്. ഇത് അവർക്കും കൂടെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്, അവർക്കും കൂടെ വേണ്ട ക്യാരക്ടറാണെന്നുള്ളത് പിന്നെ വളരെ മുമ്പ് തന്നെ പ്ലാനിങ് 2024 ഫെബ്രുവരിയിൽ നമ്മൾ അനൗൺസ് ചെയ്ത് അന്ന് തൊട്ട് തുടങ്ങിയ പ്ലാനിങ് ആണ്. ഏകദേശം 8 മാസം മുമ്പ് തന്നെ നമ്മളെല്ലാവരോടും പറഞ്ഞിരുന്നു. ആ ഇരിക്കുന്ന സൈജു ഗ്രൂപ്പ് ഏകദേശം 4 പടം, മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നായക നടന്മാരിലൊരാളാണ്. അദ്ദേഹത്തിൻ്റെ 4 പടം മാറ്റി വെച്ചിട്ടാണ് അരപ്പടത്തിൻ്റെ പൈസയും വാങ്ങിച്ചിട്ട് ഈ പടത്തിന് വന്നിരിക്കുന്നത്. മെന്റൽ ബോണ്ടാണ്, ഞങ്ങളെല്ലാം തമ്മിലൊരു മെന്റൽ ബോണ്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പണ്ടത്തെ മലയാള സിനിമയാണ് ഫോളോ ചെയ്യുന്നത്. വാക്ക് കൊടുത്തു, വാക്കിന് പിന്നെ മാറ്റമില്ല. പേപ്പറുകളൊക്കെ എന്താണ്, പേപ്പറുകളൊന്നും നമ്മൾ ഈ കുടുംബത്തിലെ ഒരു അംഗമായ ഒരു പേപ്പർ വെച്ചിട്ട് അതിൻ്റെ പേരിൽ ഒരു ചർച്ച അല്ലെങ്കിൽ അസോസിയേഷൻ പോവാം അങ്ങനെയൊന്നും വിചാരിക്കുന്ന രീതിയല്ല. ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും, ആർട്ട് ഫ്രാഞ്ചൈസിലെ ഓരോ അംഗങ്ങളും ഇതിൻ്റെ ഭാഗമാണ്. നമ്മൾ ആസ് എ പ്രൊഡക്ഷൻ ഹൗസ് ഈ സിനിമയെ സ്നേഹിക്കുന്ന പോലെ തന്നെ അവരും ആ ക്യാരക്ടേഴ്സിനെ സ്നേഹിക്കുന്നു. എനിക്കറിയാം ഈ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളും ഞങ്ങൾ തന്നെ പല സിനിമകളുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ സൈജു ഞാനുമായിട്ട് പോയിട്ടുണ്ട്. എന്നെ ഷമീർ സാറേ എന്നും സൈജുവിനെ അബു എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ ചിലപ്പോൾ അറിയാതെ തിരിഞ്ഞു നോക്കാറുള്ളൂ. അപ്പോൾ ചോദിക്കും ജാടയാണോ, അപ്പോഴാണ് നമ്മളെയാണല്ലോ വിളിച്ചതെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്. അപ്പം അത്രമാത്രം എന്നോട് ഇന്ദ്രൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, എത്രയോ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പോകുമ്പോൾ പലയിടത്തും പോകുമ്പോൾ ശശിയാചാര്യെന്ന് വിളിക്കുന്നത്. അപ്പം അതാണ് അതിൻ്റെ, അപ്പം അത്രയും മാത്രം അവരെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സിനിമയായിട്ട് വളരെ വളരെ നല്ല രീതിയിൽ എല്ലാ ആക്ടേഴ്സും എനിക്ക് ജയസൂര്യ തൊട്ടിട്ട് വേറെ ഒരു സിനിമയും ജയസൂര്യ സിനിമയുടെ സമയത്ത് ചെയ്തിട്ടില്ല. 6 മാസം എന്ന് പറയുന്നത് 10 മാസത്തോളം ഷൂട്ട് പോയി, 10 മാസത്തോളം. അതിനുശേഷം ലുക്ക് ചേഞ്ച് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നേരത്തെ മിഥുൻ പറഞ്ഞ പോലെ ഹോഴ്സ് റൈഡിങ് പഠിക്കാനായിട്ട് കുറേ സമയം അവരെടുത്തു. പഴയ കാലത്തെ ഇപ്പം മേക്കപ്പിനും കോസ്റ്റ്യൂമിനും തന്നെ ഓരോ ദിവസവും 1-2 മണിക്കൂറൊക്കെ ഓരോ ക്യാരക്ടേഴ്സിന് എടുക്കാറുണ്ട്. അപ്പം അതിനൊക്കെ ഒരുപാട് സമയം. പിന്നെ ഇവരിട്ടിരിക്കുന്ന കോസ്റ്റ്യൂമൊന്നും അത്ര ഹെവി ലൈറ്റ് വെയിറ്റ് ഉള്ള സാധനങ്ങളൊന്നും അല്ല. ഞാൻ ഇടയ്ക്ക് ചോദിച്ചു, ഈ രാജാക്കന്മാരൊക്കെ പണ്ട് ഇങ്ങനെയായിരുന്നു, രാവിലെ എണീറ്റ് ഇതൊക്കെ ഇട്ട് ഇങ്ങനെയാണോ ഇറങ്ങി നടക്കാറ്? ഈ സാധനം വെച്ചിട്ടാണ് അവരൊക്കെ യുദ്ധത്തിന് പോകുന്നത്. ആ തലയിലിരിക്കുന്ന ഹെൽമെറ്റിന് ഏകദേശം 3 കിലോയോളം ഭാരമുണ്ടാവും. അപ്പോൾ അത് സ്റ്റെഫി എന്ന് പറയുന്ന ഞങ്ങളുടെ കോസ്റ്റ്യൂം ഡിസൈനർ 6 മാസമോ 5 മാസമോ വേണ്ടാണ് അതിൻ്റെ പ്രൊക്യൂർമെൻറ്റിന് മാത്രം നടന്നിട്ടുള്ളത്. സ്റ്റെഫി പല ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. രാജസ്ഥാൻ, ഡൽഹി, നോർത്ത് ഇന്ത്യയിൽ മൊത്തം, അതുപോലെ ഹൈദരാബാദ്, അങ്ങനെയുള്ള പല സിനിമകളിൽ നിന്ന് കൂടാതെ ഇന്ത്യയിലെ വലിയ ഇതവണെങ്കിൽ പീരിയോഡിക് സിനിമ ചെയ്തിട്ടുള്ള മറ്റുള്ള കോസ്റ്റ്യൂം ഡിസൈനേഴ്സുമായിട്ടും കൂടെ കൺസൾട്ടൻ്റായിട്ട് വെച്ചിട്ടാണ് നമ്മളത് അവരുടെ നിന്നും കൂടെ ഒക്കെ ബോറോ ചെയ്തിട്ടുണ്ട്.